മഴക്കാലം നേരത്തെ തുടങ്ങിയില്ലേ? ഇവിടെ വയനാട്ടിൽ ഭയങ്കര മഴയും ഭയങ്കര കാറ്റുമായിരുന്നു. എനിക്ക് പേടിയായി കാറ്റൊക്കെ കണ്ടപ്പോൾ. ഇന്നലെ മുതൽ കറണ്ടില്ല, ഇന്ന് രാവിലെ മുതൽ ഒട്ടുമില്ല. ഇന്നലെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേ കറണ്ടില്ലാതെ മെഴുകുതിരിയും കത്തിച്ചിരിക്കുക. ഇൻവെർട്ടർ വരെ ഓഫായിപ്പോയി. ആദ്യമായിട്ടാണ് ഇത്രയും നേരം കറണ്ട് വരാണ്ടിരിക്കണേ. എനിക്കില്ലേ മെഴുകുതിരി കത്തിച്ചപ്പോൾ എൻ്റെ കുട്ടിക്കാലം, അതായത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം ഓർമ്മ വരുന്നത്. നമുക്ക് പണ്ട് പവർ കട്ട് ഉണ്ടായിരുന്ന സമയമില്ലേ? അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ആ അരമണിക്കൂർ, പവർ കട്ടിൻ്റെ അരമണിക്കൂർ ഞാനും എൻ്റെ അനിയത്തിയും വെയിറ്റ് ചെയ്തിരിക്കും. കാരണം എന്താ വെച്ചാൽ അത്രയും നേരം പഠിക്കണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് ഇതേപോലെ മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വട്ടം കൂടി വർത്തമാനവും പറഞ്ഞ് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പഴയ കഥകളൊക്കെ പറഞ്ഞിരിക്കും. ഞാനും എൻ്റെ മമ്മിയും മാനും എൻ്റെ അനിയത്തിയും ഒക്കെ കൂടെ. അപ്പോൾ നല്ല രസം ആ സമയം. ചില സമയത്ത് മെഴുകുതിരി ഉണ്ടാവില്ല. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കും. അപ്പോൾ നല്ല നിലാവിൻ്റെ വെളിച്ചം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മുറ്റത്തിരുന്ന് ഇങ്ങനെ പാട്ടൊക്കെ പാടി നല്ല രസമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പം മെഴുകുതിരി കത്തിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. കുറേ നാളിന് ശേഷമാണ് മെഴുകുതിരി എന്നെ കത്തിക്കുന്നത് ഇങ്ങനെ. ഇതാ കണ്ടോ, പുറത്തിപ്പോൾ ഒന്ന് മഴ തോർന്നിട്ടുണ്ട്. എന്നാലും ചെറിയ കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഈ പുറത്ത് കാണുന്ന വെട്ടം സോളാർ ലൈറ്റ് ഉണ്ട്, അതിൻ്റെയാണ്. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതും നിൽക്കും. നാളെ കറണ്ട് വരുമായിരിക്കും എന്നാണ് വിചാരിക്കണേ. ഇന്നിപ്പോൾ വൈകുന്നേരം വരുന്നതാണ് പറഞ്ഞത്, പക്ഷേ വന്നിട്ടില്ല ഇത്രയും നേരമായിട്ടും. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കാറ്റും മഴയൊക്കെ വരുമ്പോൾ സന്തോഷമാണ്. രാവിലെ എഴുന്നേറ്റ പാടെ ഞാൻ ടി വിയുടെ മുമ്പിൽ പോയിരിക്കും. എൻ്റെ അനിയത്തി ഉണ്ടാകും കൂട്ടിന്. എന്തെങ്കിലും ഒരു ലീവ് ഉണ്ടോ മഴ കാരണം എന്ന് വിചാരിച്ചിട്ട്. അന്നൊന്നും എനിക്ക് അത്ര ലീവൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇപ്പം കുട്ടികൾക്കൊക്കെ കുറേ ലീവ് കിട്ടുമ്പോൾ എനിക്ക് കൊതിയാവും. പക്ഷേ ഇപ്രാവശ്യം മഴ കൊണ്ട് വലിയ നാശനഷ്ടങ്ങളൊന്നും ഇല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു. നമ്മുടെ അല്ലും ലല്ലിയില്ലേ, അവർ രണ്ടെണ്ണം കുളത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. ഈ മഴക്കാലം ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് രണ്ടെണ്ണത്തിനും അകത്തേക്ക് കയറുകയേ വേണ്ട. ഇത് കണ്ടോ, കാറ്റത്ത് ഇന്ന് വീണ മാങ്ങയാണ് കേട്ടോ, പഴുത്തതാണ്. ഇതാ, ഇന്ന് രാവിലെയും കുറേ മാങ്ങ വീണിട്ടുണ്ടായിരുന്നു.